ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പൺ ഇൻട്രസ്റ്റ് ലെവൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡേ ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. അപ്പോൾ അതിനകത്ത് നമ്മളൊരു എക്സലിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 5S1 ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 5S1 ആദ്യം ഓപ്പൺ ചെയ്യാം. അതിനുശേഷം എക്സൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ എക്സൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റൺ ആസ് അഡ്മിനിസ്ട്രേഷൻ കൊടുക്കണം. എന്നാൽ മാത്രമാണ് ഈ ഒരു സ്കാനർ എക്സലായിട്ട് നമ്മുടെ 5S1 ആയിട്ട് കണക്ട് ആവത്തുള്ളൂ. ഇനി നമ്മുടെ ഇവിടുന്ന് സ്കാനർ ഓപ്പൺ ചെയ്യാം. ഇനി ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു പോപ്പപ്പ് വരുമ്പോൾ ഓക്കെ കൊടുക്കാം. നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഈ ഒരു 5S1 ആയിട്ട് ഈ ഒരു എക്സലിൽ ലിങ്ക് ചെയ്യണവരൊന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ലിങ്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് LTP ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ ഫ്യൂച്ചർ സ്റ്റോക്സിൻ്റെ ഹയസ്റ്റ് കോൾ ഓപ്ഷൻ സ്ട്രൈക്ക് ലെവൽസും പുട്ട് ഓപ്ഷൻ സ്ട്രൈക്ക് ലെവൽസും ഇവിടെ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ലെവൽസ് ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന ബേസ് ചെയ്തിട്ട് നമുക്ക് ലൈവ് മാർക്കറ്റിൽ അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടില്ല. നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏതൊക്കെ സ്റ്റോക്സുകളാണ് നമ്മുടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റിന് തൊട്ടടുത്ത് ഇപ്പോൾ ട്രേഡ് നടക്കുന്നത്. ആ സ്റ്റോക്സിൽ നോക്കാം. നമുക്ക് ആദ്യത്തെ സ്റ്റോക്സ് കിട്ടിയിരിക്കുന്നത് ABFRലാണ്. അപ്പോൾ ABFRൽ നമുക്ക് ആ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്യാം. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ലെവൽസാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 150 ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള ലെവൽസ്. അപ്പോൾ അത് മാർക്ക് ചെയ്യാം. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ നമുക്കൊന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇത് കോൾ ഓപ്ഷൻ സ്ട്രൈക്ക് ലെവൽസ് ആണ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ലെവൽസ് മാർക്കറ്റിൽ സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ടാണ് വർക്ക് ചെയ്യുക. അപ്പോൾ ഏതെങ്കിലും 5 മിനിറ്റ് റെഡ് ക്യാൻഡിൽ ഈ ലെവൽസിന് താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്ന് സെല്ലിലേക്ക് പോകാവുന്നതാണ്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ ഒരു ക്യാൻഡിൽ താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്ന് സെല്ലിലേക്ക് പോകാവുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റോക്സ് വേണമെങ്കിൽ നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം ABFRൽ. അപ്പോൾ ഇതുപോലെ ഒരു 5 സ്റ്റോക്സ് നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം ABFRൽ കിട്ടി. ഇനി ഏത് സ്റ്റോക്സാണ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് തൊട്ടടുത്ത് ട്രേഡ് എടുക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് HAയിലും കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഫേസിങ് റെസിസ്റ്റൻസ് കാണിക്കുന്നത്, അതായത് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റിന് തൊട്ടടുത്ത് ട്രേഡ് എടുക്കുന്ന അതുകൊണ്ടാണ് നമ്മൾ ഫേസിങ് റെസിസ്റ്റൻസ് കാണിക്കുന്നത്. അപ്പോൾ HAയിൽ നോക്കാം, ഓപ്പൺ ചെയ്യാം. ഇനി HAലിൻ്റെ ചാർട്ടിലും നമ്മൾ ആ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റുള്ള സ്ട്രൈക്ക് ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്യണം. 3800 ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ലെവൽസ്. നമുക്ക് ആ ഏരിയയിൽ വേറെ റെസിസ്റ്റൻസ് ഒന്നുമില്ല. അപ്പോൾ ഇന്നത്തെ ഹൈ നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇനി ഒരു ക്യാൻഡിൽ താഴെ റെഡായിട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്ന് സെല്ലിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. ഇനി അടുത്ത സ്റ്റോക്സ് ഏതാണെന്ന് നോക്കാം. അടുത്ത ICICI ബാങ്ക് ആണ്. അപ്പോൾ ICICI ബാങ്കിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്യാം. ഹൈസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് സ്ട്രൈക്ക് ലെവൽസ് നമുക്കൊന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ 1320 ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് സ്ട്രൈക്ക് ലെവൽസ്. ഓക്കെ, അതിൻ്റെ ഹൈ നമ്മളിന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ICICI ബാങ്ക് നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. പിന്നെ ICICI പ്രൂളിയാണ്. അതും റെസിസ്റ്റൻസിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചാർട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അത് റെസിസ്റ്റൻസിന് ടച്ച് ചെയ്തിട്ടില്ല. 570 റെസിസ്റ്റൻസ് ആയി നിൽക്കുന്നത്. അപ്പോൾ ആ ലെവലിൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്കത് വാച്ച് ചെയ്താൽ മതി. അപ്പോൾ എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ടേക്കാം. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം വരുന്ന ആദ്യത്തെ ഒരു 3-5 സ്റ്റോക്സുകൾ ഇതുപോലെ നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ട് ലെവൽസ് മാർക്ക് ചെയ്ത് വാച്ച് ചെയ്താൽ മതി. നമുക്ക് എല്ലാ സ്റ്റോക്സുകളും ഒരേ സമയം വാച്ച് ചെയ്യാൻ പറ്റത്തില്ല. മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം വരുന്ന ആദ്യത്തെ 5-6 സ്റ്റോക്സുകൾ വാച്ച് ചെയ്യാം. ഇനി പിന്നെ വന്നിരിക്കുന്നത് കൊടാക് ബാങ്ക് ആണ്. ഇനി കൊടാക് ബാങ്ക് കൂടി നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ കൊടാക് ബാങ്ക് പോയിട്ടുണ്ട്, ആ റെസിസ്റ്റൻസ് മാറി. ഇനി അടുത്ത് M&M ഫിനാൻസ് ആണ്. അപ്പോൾ നമ്മൾ കൊടാക് ബാങ്ക് അവോയ്ഡ് ചെയ്തു. M&M ഫിനാൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, M&M ഫിനാൻസ് 290 ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള ലെവൽസ് എന്ന് പറയുന്നത്. ആ ലെവലിൽ നിന്ന് മാർക്ക് ചെയ്യാം. പിന്നെ ആ ഒരു ബ്രേക്ക്ഔട്ട് ക്യാൻഡലിൻ്റെ ഹൈയും കൂടി മാർക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ സ്റ്റോപ്പ് ലോസ് കാണാൻ വേണ്ടിയാണ് ആ ലെവൽസ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്യാൻഡിലും 5 മിനിറ്റ് നമ്മുടെ ലെവൽസിന് താഴെ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കവിടുന്ന് സെല്ലിലേക്ക് പോകാവുന്നതാണ്. നമുക്ക് ഓരോ സ്റ്റോക്സുകൾ വീണ്ടും ചെക്ക് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ നമുക്കിത് ആഡ് ചെയ്യണം വാച്ച് ലിസ്റ്റിൽ. നമ്മൾ 5 സ്റ്റോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 5 സ്റ്റോക്സിൽ മാത്രം വാച്ച് ചെയ്താൽ മതി. ഓക്കെ,
ഈ ക്യാനിൽ നമ്മുടെ ലെവൽസിന് താഴെ ക്ലോസ് ചെയ്തിട്ടുണ്ട്, അതായത് 290 താഴെ ക്ലോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് സെല്ലിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഈ ലെവൽ സെല്ല് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ആ ഒരു ഹൈക്ക് മുകളിൽ സ്റ്റോപ്പ് ലോസ് ആണ്. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 1:2 ആണ്. ഓക്കെ, അപ്പോൾ റിസ്ക് റിവാർഡ് റേഷ്യോ 2 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടാർഗറ്റ്. ഇപ്പോൾ ICICI Pru ആ ലെവൽസ് ടച്ച് ചെയ്തിട്ടില്ല. പിന്നെ ICICI Bank നമുക്കിവിടെ സെല്ല് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്ന് സെല്ല് നോക്കാവുന്നതാണ്. HIയിലും ഈ ഒരു ലെവൽസിന് താഴെയാണ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്ന് സെല്ല് നോക്കാവുന്നതാണ്. ഓക്കെ, നമുക്കിവിടെ ഒരു സെല്ല് ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ ലെവൽസിന് താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇതും നമുക്ക് സെല്ലാണ് ABFRL. പെമ്മാൻ്റെ ഫിനാൻസ് താഴേക്ക് വരുന്നുണ്ട്. ABFRL ഇപ്പോൾ 5 മിനിറ്റ് ക്യാനിൽ നമ്മുടെ ലെവൽസിന് താഴെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഷോർട്ട് സെല്ലാണ്. അപ്പോൾ ഈ ക്ലോസിങ്ങിൽ നമുക്ക് സെല്ല് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു ക്യാൻഡിലിൻ്റെ ഹൈക്ക് മുകളിൽ സ്റ്റോപ്പ് ലോസ് ആണ്. റിസ്ക് റിവാർഡ് എന്ന് പറഞ്ഞാൽ 1:2 തന്നെയാണ്. ആ ലെവലിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടാർഗറ്റ്. ഇപ്പോൾ HIയിൽ നമുക്ക് സെല്ല് വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ലെവൽസിന് താഴെ 5 മിനിറ്റ് ക്യാനിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് പറഞ്ഞ് റീസെൻറ്റ് വന്ന ഹൈക്ക് മുകളിലാണ് സ്റ്റോപ്പ് ലോസ്. അപ്പോൾ ഇവിടെ ഷോർട്ട് സെല്ല് ചെയ്യാം. ആ ഒരു ഹൈക്ക് മുകളിൽ സ്റ്റോപ്പ് ലോസ് ആണ്. ടാർഗറ്റ് 1:2 തന്നെ. ഓക്കെ, ഈ ലെവലിൽ തന്നെ ടാർഗറ്റ് ആണ്. അപ്പോൾ ഇത് ICICI Bank നമുക്ക് സെല്ല് വന്നിട്ടുണ്ട്. 5 മിനിറ്റ് ക്യാനിൽ റെഡ് ക്യാനിൽ നമ്മൾ ലെവൽസിന് താഴെ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇവിടെ സെല്ലാണ്. ഹൈക്ക് മുകളിൽ ആ ലെവൽസിന് മുകളിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആണ്. ടാർഗറ്റ് 1:2 തന്നെ. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോക്സുകളും ഇപ്പോൾ നമ്മുടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. ICICI Pru മാത്രമാണ് ആക്റ്റീവ് ആവാതിരിക്കുന്നത്. ബാക്കി 4 സ്റ്റോക്സുകളും ആക്റ്റീവായി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എമ്മാൻ്റെ ഫിനാൻസ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു സ്പൈക്ക് വന്നിട്ടാണ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുള്ളത്. വീണ്ടും മാർക്കറ്റ് താഴേക്കാണ് വരുന്നത്. അപ്പോൾ നമുക്കാണെങ്കിൽ ഒരു എൻട്രി കൂടി നോക്കാവുന്നതാണ്. നമ്മളൊരു സ്റ്റോക്സിൽ മാക്സിമം 2 എൻട്രി നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു സ്പൈക്ക് വന്നതുകൊണ്ടാണ് നമ്മൾ വീണ്ടും എൻട്രി നോക്കുന്നത്. അപ്പോൾ ആ സ്പൈക്ക് ഇപ്പോൾ വന്ന സ്പൈക്കിന് മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടാം. ടാർഗറ്റ് 1:2 തന്നെ ആക്കാം. ഓക്കെ, ടാർഗറ്റ് അപ്പോൾ ഇതിനും കൂടി ഇറക്കിയിടണം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ വീണ്ടും സെല്ല് ചെയ്യാണ്. മാക്സിമം 2 ട്രേഡാണ് ഒരു സ്റ്റോക്സിൽ. അപ്പോൾ 2 ട്രേഡും സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റോക്സിൽ പിന്നെ ട്രേഡ് ചെയ്യരുത്. ഓക്കെ, ജസ്റ്റ് ഒരു സ്പൈക്ക് വന്നിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തത്. ഇപ്പോൾ എമ്മാൻ്റെ ഫിനാൻസ് താഴേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടാർഗറ്റിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ABFRLും താഴേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് നോക്കുമ്പോൾ ഒരു സപ്പോർട്ടായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രീവിയസ് ഒരു സപ്പോർട്ട് ആ ഒരു ലെവലിലുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു സപ്പോർട്ട് കൂടി മാർക്ക് ചെയ്യണം. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ടച്ച് ചെയ്ത് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ നമ്മളവിടെ എക്സിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആ സപ്പോർട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇതാണ് സപ്പോർട്ട് ലെവൽ. ഉണ്ടോ, ഇനി ഈ ലെവൽ ടച്ച് ചെയ്ത് ആ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്യുകയാണെങ്കിൽ നമുക്കവിടെ എക്സിറ്റ് ചെയ്യാം. അതല്ല, ഈ ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ ടാർഗറ്റ് വരെ. അപ്പോൾ ABFRL ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടാർഗറ്റ് വരെ വരാൻ ചാൻസ് കൂടുതലാണ്. അവിടുന്ന് റിവേഴ്സ് വന്നിട്ടില്ല. പിന്നെ HIയിൽ താഴേക്ക് വരുന്നുണ്ട്. അപ്പോൾ HIയിലും ഓൾമോസ്റ്റ് നമ്മൾ ടാർഗറ്റിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്.
അപ്പോൾ ICICI ബാങ്ക് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഡൗണിലേക്ക് വന്നു, നമ്മൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. നമുക്ക് ഈ ഒരു ട്രേഡിൽ 1:2 റിസ്ക് റിവാർഡ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ട്രേഡ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് നോക്കാം. അപ്പോൾ ICICI Pru നമ്മുടെ ആ ലെവൽസ് ബ്രേക്ക് ഔട്ട് ചെയ്തു താഴേക്ക് വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ സെല്ലിലേക്ക് പോകാവുന്നതാണ്. ഇപ്പോൾ ഒന്ന് ഹൈക്ക് മുകളിൽ സ്റ്റോപ്പ് ലോസ് കാണാം. നമ്മുടെ റിസ്ക് റിവാർഡ് 1:2 തന്നെ. അപ്പോൾ അത് നമുക്ക് വയ്ക്കാം, ഇവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടാർഗറ്റ്. ആ ഒരു ലെവലാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത്. ആ ലെവൽസിന് മുകളിലാണ് സ്റ്റോപ്പ് ലോസ്. ഓക്കെ, എം&എം ഫിനാൻസും നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ നമുക്ക് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വന്നു, പക്ഷേ രണ്ടാമത്തെ നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് എം&എം ഫിനാൻസ്. ഇപ്പോൾ ABFRL നല്ല രീതിയിൽ താഴേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു. ഇപ്പോൾ മാർക്കറ്റ് എന്തായാലും പോയിന്റ് ടാർഗറ്റ് അടിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് ടച്ച് ചെയ്ത് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എക്സിറ്റ് ചെയ്ത് മാറാമായിരുന്നു. കാരണം അവിടെ മുമ്പ് ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ഔട്ട് ചെയ്തതുകൊണ്ട് തന്നെ നമ്മുടെ ടാർഗറ്റിലേക്ക് ഹിറ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ABFRL നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ICICI ബാങ്കും ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ എം&എം ഫിനാൻസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ HIL ഇപ്പോൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4 സ്റ്റോക്കുകൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ICICI Pru മാത്രമാണ് നമുക്ക് ടാർഗറ്റ് നോക്കാനുള്ളത്. അപ്പോൾ ഇപ്പോൾ സെല്ലിലാണ് ICICI Pru നിൽക്കുന്നത്. ആ ലെവൽസിന് താഴെ 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് വാച്ച് ചെയ്യാം. അപ്പോൾ ICICI Pru നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ലെവൽസിന് മുകളിൽ ബ്രേക്ക് ഔട്ട് ചെയ്ത് കയറിയുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ഈ ലെവൽസിന് മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ബൈയിലേക്ക് മാറാവുന്നതാണ്. പിന്നെ നമുക്ക് ലോങ് പൊസിഷനിലേക്ക് പോവാം. കാരണം ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ചെയ്തു. അപ്പോൾ റീസെൻറ്റ് വന്ന ലോ ആയിരിക്കും നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് കണ്ടത്. ഇനി നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 1:2 തന്നെയാണ്. ഈ 1:2 നമുക്ക് ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് എന്തായാലും വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ മറ്റ് 4 സ്റ്റോക്കുകളും ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ICICI Pru ഫസ്റ്റ് സ്റ്റോപ്പ് ലോസ് അടിച്ചു. രണ്ടാമത്തെ എൻട്രി നമ്മൾ ലോങ്ങിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. എം&എം ഫിനാൻസ് നമുക്ക് ആദ്യം ചെറിയ സ്റ്റോപ്പ് ലോസ് വന്നു, പക്ഷേ രണ്ടാമത്തെ എൻട്രിയിൽ നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് പറയുന്നത് ICICI Pru. ഇനി നമുക്ക് മൂവ്മെൻറ്റ് നോക്കാം. മാർക്കറ്റ് ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ICICI Pru നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടില്ല. എന്നിരുന്നാലും നമ്മൾ 3 മണിക്ക് എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം 1% അടുത്ത് ഇവിടെ പ്രോഫിറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് മോർണിംഗിൽ വന്നിരുന്ന ലോസ് രണ്ടാമത്തെ ട്രേഡിൽ നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നത്. അതായത് നമ്മുടെ എക്സൽ സ്കാനറിൽ എല്ലാ ഫ്യൂച്ചർ സ്റ്റോക്സുകളുടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള കോൾ സ്ട്രൈക്ക് ലെവൽസും പുട്ട് സ്ട്രൈക്ക് ലെവൽസും കിട്ടുന്നതാണ്. നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്തിരുന്നു. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള കോൾ സ്ട്രൈക്ക് ലെവൽസ് മാർക്കറ്റിൽ എപ്പോഴും സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരിക്കും. അതുപോലെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള പുട്ട് സ്ട്രൈക്ക് ലെവൽസ് മാർക്കറ്റിൽ സ്ട്രോങ് സപ്പോർട്ട് ആയിരിക്കും. അപ്പോൾ നമ്മളിന്ന് റെസിസ്റ്റൻസ് ആണ് നോക്കിയത്. അതായത് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള കോൾ സ്ട്രൈക്ക് ലെവൽസിന് അടുത്ത് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്സുകളാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഏതൊക്കെ സ്റ്റോക്സുകളാണ് ഹയസ്റ്റ് കോൾ ഓപ്ഷൻ സ്ട്രൈക്ക് ലെവൽസ് ബ്രേക്ക് ചെയ്യാൻ നിന്നിരുന്നത് ആ സ്റ്റോക്സുകളാണ് നമ്മൾ സെലക്ട് ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ സ്റ്റോക്സിലും വാച്ച് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു 3-4 സ്റ്റോക്സുകളാണ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തത്. അതിനുശേഷം നമ്മൾ ആ ലെവൽസൊക്കെ മാർക്ക് ചെയ്തു. അപ്പോൾ അതിൽ 4-5 സ്റ്റോക്സിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 സ്റ്റോക്സിൽ മാത്രമാണ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തത്. എന്നിരുന്നാലും രണ്ടാമത്തെ ട്രേഡിൽ നമുക്കത് റിക്കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ലോസ് റിക്കവർ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ നമ്മളിത് നെക്സ്റ്റ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അതും ചെറിയ ക്വാണ്ടിറ്റിയിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സൽ സ്കാനർ വേണമെങ്കിൽ 5 yearsൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ എക്സൽ സ്കാനർ കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ 5 years 1 ടെർമിനലായിട്ടാണ് ഇത് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ 5 years 1 ആയിട്ട് മാത്രമാണ് ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എൻ്റെ റെഫറൻസിലാണ് 5 yearsൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു എക്സൽ സ്കാനർ ഞാൻ നിങ്ങൾക്ക് മെയിൽ ചെയ്ത് തരാം.
അപ്പോൾ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ ഈ വീഡിയോയ്ക്ക് ശേഷമുള്ള കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി ഫൈൽസിൽ അക്കൗണ്ട് ഉണ്ട്, നിങ്ങൾക്ക് ഈ സ്കാനർ വേണമെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഈ സെയിം വാട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഇൻട്രാഡേ ട്രേഡിംഗ് സ്ട്രാറ്റജി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.